എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഉള്ളത് മനുവിൻ്റെ വീട്ടിലാട്ടോ. വെറുതെ രാവിലെ ഒരു നേരം പോക്ക്, അത്രേ ഉള്ളൂ. രാവിലെ അല്ല, ഉച്ചയ്ക്ക്. ഞാൻ വീട്ടിൽ ഇറങ്ങിയത് രാവിലെയാണ്, ഇവിടെ എത്തി ഉച്ചയായി. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആണല്ലോ. റെയിൽവേ കുറ്റം പറയില്ലേ? അല്ല, 10:45 ട്രെയിൻ വരും പറഞ്ഞാണ്. ട്രെയിൻ വന്നപ്പോൾ 11 മണി, ഇവിടെ എത്തിയപ്പോൾ 12:30. എൻ്റെ കുഴപ്പമാണോ? നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. അപ്പോൾ ഇന്ന് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാനേ മനു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഞാൻ കണ്ടതാണ്. ഒരു പെൺകുട്ടി എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ ആരും ഇല്ലേ, നിങ്ങൾ ഫസ്ന സാക്കിറിൻ്റെയും ലല്ലുവിൻ്റെ ഒക്കെ വീഡിയോ വിഷയങ്ങളെടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് റിയാക്ഷൻ ബ്ലോഗേഴ്സിനെതിരെ എന്ന് പറയാനില്ല, ആ കുട്ടിയുടെ വീഡിയോ ആരും റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് എടുത്ത് സംസാരിച്ചൊരു വീഡിയോ കണ്ടു. കറക്റ്റ്, ഞാനും കണ്ടത്. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ഒരു ഹായ് പറഞ്ഞിട്ട്. ഹായ് പറഞ്ഞപ്പോൾ കുട്ടി തിരിച്ചും ഹായ് തന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, തിരിച്ചും ഹായ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കുട്ടിയോട് മെസ്സേജ് അയച്ചു, മോളുടെ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും എൻ്റെ വിഷയം എടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസ്ന സാക്കിറിൻ്റെയും ലല്ലുവിൻ്റെയും മാത്രമേ എടുക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ കണ്ടു. എനിക്ക് വിഷയമൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വീട്ടിന് പുറത്താണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് മോളുടെ വീഡിയോസ് കാണാം. എന്താ വിഷയം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടി, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാൻ പറ്റും. അതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കാനും പറഞ്ഞു. റിപ്ലൈ ആണോ? അതിന് റിപ്ലൈ ആണോ? പക്ഷേ ആ ഹായ് അല്ലാതെ ഈ കുട്ടി ആ മെസ്സേജ് നോക്കുകയോ ഒരു മറുപടി തരുകയോ ചെയ്തിട്ടില്ല. ഇതേ അനുഭവം എനിക്കും ഉണ്ടായി. ഞാൻ ഈ സാധനം കണ്ടപ്പോഴത്തേനും ഞാൻ കാണുന്ന ഹെലൻ ഈ സാധനം റിയാക്ട് ചെയ്തേക്കുന്നതാണ്. ഹെലൻ കണ്ടപ്പോഴത്തേനും ഞാൻ ഈ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചു, ഹായ് അയച്ചു, തിരിച്ച് ഹായ് അയച്ചു. ഞാൻ തിരിച്ചതേപോലെ ഇങ്ങനെ ഒരു വിഷയം ഞാൻ കണ്ടു, അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനാണ്, എൻ്റെ പേര് മനു എന്നാണ്, ഇങ്ങനെ ഒരു റിയാക്ഷൻ ചാനൽ എനിക്കുണ്ട്, ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യും, എനിക്കത് വീഡിയോ ചെയ്യാനാണ് എന്ന് പറഞ്ഞു. അത് കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് പുള്ളിക്കാരിയുടെ കണ്ണിൽ റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞത് ഈ ഹെലനും അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ആ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് എടുത്ത് ഈ പറയുന്ന പ്രൊഫൈൽ നോക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കുട്ടിയോട് അത്യാവശ്യം ആ പ്രൊഫൈലിൽ വ്യൂസ് ഉണ്ട്, പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്. ഈ 2 കാരണം കൊണ്ടാണ് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയിട്ട് വരുമെന്ന് വിചാരിച്ചു, പക്ഷേ നിരാശയായിരുന്നു ഫലം. അപ്പോൾ ആ മോള് എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അവളെന്ന് പറയാൻ പാടില്ല. ആ കുട്ടിയുടെ ആവശ്യം ജെന്യുവനായിരുന്നു. അതായത് ആ കുട്ടിയെ ഒരാൾ തെറി പറഞ്ഞു, അതിൻ്റെ പേരിൽ ആ കുട്ടി വീഡിയോ ചെയ്തു. അപ്പോൾ അത് മറ്റുള്ള ആൾക്കാർ എടുത്തു വെച്ച് സംസാരിക്കണം, എങ്കിൽ മാത്രമേ ആ വിഷയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതാണ് ഇൻറ്റൻഷൻ എങ്കിൽ ഏതൊരാൾക്കും മറുപടി കൊടുക്കണ്ടേ? അതെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഏതൊരാൾക്കും മറുപടി കൊടുക്കണം. പക്ഷെ ഇത് അത്യാവശ്യം റീച്ച് ഉള്ളവരെ തേടി പിടിച്ച് മെസ്സേജ് അയക്കും. അതായത് റീച്ച് ഉള്ളവർ മാത്രം എൻ്റെ വിഷയം റിയാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവരോട് മാത്രം ഞാൻ ആധികാരികമായി പറയും. റീച്ച് ഇല്ലാത്തവര് അത് നോക്കി നിങ്ങൾ വേണമെങ്കിൽ റിയാക്ട് ചെയ്തോ. ഒരു സെറ്റപ്പ് ജെന്യൂനിറ്റി ഉള്ള സംഭവമാണ്, എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തു. ജെന്യൂനിറ്റി എന്നല്ല, ഈ വിഷയം ജെന്യൂനായിട്ട് സംഭവമാണ്, പക്ഷെ അതിനകത്ത് പ്ലേ ചെയ്തിട്ട് കാര്യം ചെയ്യാം. നമുക്ക് ആ മോളുടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആ സംഭവം, എതിരെന്നല്ല, അവരുടെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു സാധനം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവനൊക്കെ റേപ്പ് റൈറ്റിംഗ് ചെയ്തിട്ട് പോലും ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടില്ല. ഇവിടുത്തെ റിയാക്ഷൻ ബ്ലോഗറൊക്കെ ഇവിടെ ഫസ്ന സാക്കിറിലല്ലു ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ. ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ, എന്താ പ്രശ്നം, കുറെ ദിവസം ആയല്ലോ, എവിടെ നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം പ്രതികരിക്കുക, അവർക്ക് എന്ത് പറ്റി, അവരെന്ത് ചെയ്തു, അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ. എത്രാമത്തെ ബാക്കി പറയുന്നില്ല. എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനെയും നിങ്ങളൊന്ന് ആലോചിക്കും. നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. ഞാൻ കേസ് കൊടുത്താൽ കേസ് ചിലപ്പോൾ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കും. ഞാൻ നാളെ ചത്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാൽ ഓക്കെ ശരി, ആ കുട്ടി മരിച്ചു, ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു, അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ജീവനോട് ഉള്ളപ്പോഴാണ് നീതി വേണ്ടത്, അല്ലാതെ ചത്ത് കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് ഒരക്കെ ഉണ്ടാക്കാനാ? ഇതിനകത്തൊരു ഹൈലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആരും പ്രതികരിച്ചില്ല, റീച്ച് ഉള്ളവർക്ക്, ഇവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ലൈം ലൈറ്റ് ഉള്ളവരെ മതി തൊട്ട് ആള് ലൈം ലൈറ്റിൽ കയറി ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങി. അതൊക്കെ ഓക്കെ. ഈ വിഷയം അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ പോയിട്ട് മോശമായിട്ട് കമന്റ് ചെയ്യുക, ആ മോശം കമന്റ് ചെയ്തിട്ട് അതിനെയാണ് ഈ കുട്ടി അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താ സംഭവിച്ചു? ആ പയ്യൻ വന്നിട്ട് സോറി പറഞ്ഞതിന് മുൻപ് തന്നെ ഈ കുട്ടി എന്തിനു വേണ്ടിയാണ് അവൻ എന്തിനു വേണ്ടിയാണ് ഈ കുട്ടിയോട് മോശമായിട്ട് സംസാരിച്ചത്? ഫസ്റ്റ് കമന്റ് ചെയ്തു, അവൻ്റെ മിസ്റ്റേക്കാണ്. ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇവൻ ഈ പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ട് കമന്റ് ചെയ്തു. അത് അവൻ പറയും, ഞാൻ അവനോട് സംസാരിച്ചു കേട്ടോ, അവൻ പറയുന്നത് ഞാൻ ഫണ്ണായിട്ടാണ് കമന്റ് ചെയ്തത്. ഒരിക്കലും അത് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. എന്ത് ഫണ്ണായിക്കോട്ടെ, എന്ത് ഫണ്ണായിക്കോട്ടെ, എന്ത് ഫണ്ണല്ലാതെ ആയിക്കോട്ടെ, പക്ഷെ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ പോയിട്ട് ഒരു
അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ലെവലിൽ ഒരു കമന്റ് ചെയ്യാന്ന് പറയുന്നത് തെറ്റാണ്, ഇല്ലേ? അതെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ കുട്ടി ഇവന്റെ അമ്മയ്ക്ക് വിളിച്ചു. ഈ അമ്മയ്ക്ക് വിളിക്കുന്നത് ഒരു മക്കളും സഹിക്കില്ല. സോ അവൻ്റെ കയ്യിൽ നിന്ന് സാധനം പോയി. അവൻ തിരിച്ച് നല്ല തെറിയാണ് പറഞ്ഞത്. അവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തെറി പറഞ്ഞു, അത് തെറ്റാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ പൈസ കൊടുത്തിട്ട് ബോട്ട് അക്കൗണ്ടുകൾ വഴി കമന്റുകൾ മോശമായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം നടക്കുമ്പം അല്ല കുട്ടിക്ക് മോശം കമന്റ് വരുന്നത്. നേരത്തെ അതിനൊരു മാസം മുമ്പ്, എത്രയോ നാളുകൾ മുൻപ് ഈ കുട്ടിയുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മോശമായിട്ട് കമന്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പയ്യനെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ലോജിക്കലി പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടെന്ന് വിചാരിക്കുക. ആ പോസ്റ്റിന് താഴെ ഒരുത്തം വന്നിട്ട് മോശം കമന്റ് ഇട്ടു എന്ന് വിചാരിക്കുക. മോശം കമന്റ് അവൻ ഇട്ടു. ആ മോശം കമന്റ് കാണുമ്പോഴത്തേന് നമ്മൾ പ്രൊവോക്കായി നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നു. നമ്മൾ മോശമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ അവനും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോശമായിട്ട് മറുപടി കൊടുക്കുന്നു. എന്നിട്ട് ഈ സാധനം നമ്മൾ പുറത്തോട്ട് ഇടുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് പറഞ്ഞ മോശം സാധനങ്ങളൊന്നുമില്ല, തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് താനും. അത് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നി. രണ്ടാമത്തെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഈ റിയാക്ഷൻ ആരും ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഈ വീഡിയോ ഞാൻ ഇത് കാണുന്ന സമയത്ത് 8,000-9,000 ഫോളോവേഴ്സ് എന്താ ഉള്ളായിരുന്നു. അതിപ്പോൾ 11,000 കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് ഈ വിഷയം അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ആൾ സംസാരിക്കും. ആളത് സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കേസ്, ആൾ നിരന്തരമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. അതപ്പോൾ വീണ്ടും ആ റീച്ച് മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. മൂന്നാമത്തത്, ഈ റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും റീച്ചുള്ള ആളുകൾ മെസ്സേജ് അയക്കുമ്പോഴത്തേനും പുള്ളിക്കാർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തൊരു പ്രശ്നം. ആൾ ആ ഒരു സാഹചര്യം നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ ആള് മോശം കമന്റ് ഇട്ടത് തെറ്റാണ്, അതിനൊരു അതിനെ ന്യായീകരിക്കുന്നില്ല, അത് ന്യായീകരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ രണ്ടുപേരും മിസ്റ്റേക്ക് ചെയ്തിട്ട് ഒരാൾ മാത്രം മിസ്റ്റേക്ക് ചെയ്തു, നീ ഇവ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൻ മോശമായിട്ട് ഇട്ടു, ഈ പെൺകുട്ടി വളരെ സഭ്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് അങ്ങോട്ട് സംസാരിച്ചിരുന്നത്, എന്നിട്ടും അവൻ പ്രൊവോക്ഡ് ആയിട്ട് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന സ്ഥാനത്തിൽ ഒരു ന്യായം നമുക്ക് കാണാം. ഇത് അങ്ങോട്ടും മോശമായിട്ടോ. ഇന്നത്തെ കാലം എന്താണെന്നറിയോ, പെണ്ണൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കറക്റ്റ്, അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അലക്കും. അതിന്റെ പുറകില് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നാരും നോക്കുന്നില്ല, ചിന്തിക്കില്ല. അതല്ലാതെ എന്റെ അടുത്ത് സംസാരിക്കും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇട്ടിട്ട് മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്നലെ ഈ പയ്യനോട് സംസാരിച്ചപ്പോൾ അവനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, മോനെ നീ ഇത് നിർത്ത്, നീ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പോകണ്ട, നീ ഇത് ലീഗലി പോവാ. ഇപ്പൊ അവൻ പറഞ്ഞു, ഞാനല്ല ചേട്ടാ ഈ അക്കൗണ്ട് വഴി മോശം കമന്റ് ഇടുന്നത്, ഞാനല്ല. ഇപ്പൊ നിരന്തരം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ മോശം കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ചെയ്യിപ്പിക്കുന്നതല്ല. ഞാനും ഈ പയ്യനോട് സംസാരിച്ചായിരുന്നു. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെതിരെ കംപ്ലൈന്റ് ചെയ്യാം, പക്ഷെ പെൺകുട്ടി വരുന്നില്ലെന്നാണ്. പെൺകുട്ടിയുടെ സ്റ്റോറി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കണ്ടു. ആ കുട്ടി പറയുന്നത്, ആ കുട്ടി അവനെ വിളിച്ചു, സ്റ്റേഷനിലേക്ക് വിളിച്ചു, പക്ഷെ അവൻ വരുന്നില്ലെന്ന് പറയുന്നു. നമ്മളിപ്പോ ഏത് വിശ്വസിക്കും? ആര് പറയുന്നത് വിശ്വസിക്കും? രണ്ടുപേരും ഇതെന്ന് പറയുന്നു. ഇത് ഏറ്റവും വലിയ കോമഡി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ മറ്റേ പോസ്റ്റുകൾ എടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിടുന്ന പോസ്റ്റ് അവളും ഷെയർ ചെയ്യുന്നു, നീ അങ്ങനെ പറഞ്ഞില്ലടാ, നീ ഇങ്ങനെ പറഞ്ഞില്ലടാ. അവളിടുന്ന പോസ്റ്റ് അവനും ഷെയർ ചെയ്യുന്നു, നീ എങ്ങനെയല്ലേ ചിന്തിച്ചത്, നീ അങ്ങനെയല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നതാണ്. ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷിംജിത എന്ന് പറയുന്ന ഒരാൾ റീച്ചിന് വേണ്ടിയിട്ട് ഒരു സംഭവം നടത്തിയിരുന്നു. അപ്പോൾ ഒരാള് അതിന് ഇരയായി. ഇൻ കേസ് ഈ പെൺകുട്ടി പലയിടത്ത് പോയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു, പല റീച്ചുള്ള ആൾക്കാർ സംസാരിക്കുന്നു, ഈ പയ്യനെ മോശമായിട്ട് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ആ പയ്യൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു ചോദിച്ചിനോടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ യദുവിന് പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കാം. കാരണം നമ്മളിപ്പം സംസാരിക്കുമ്പോൾ എന്തായാലും രണ്ട് സൈഡും കേൾക്കണമല്ലോ. ആ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. അവളുടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറിച്ച് പരക്കെ പറയപ്പെടുന്ന ഒരു ആവലാതി കേൾക്കുന്നില്ലെന്നുള്ളത്. ഈ റീച്ചുള്ള പല ആൾക്കാരും കേട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അവർക്കൊക്കെ ഇത് ഈസി ആക്സസ്. ഹെലൻ കേട്ടു കേട്ടോ. ഹെലൻ കറക്റ്റായിട്ട് കേട്ട് പറഞ്ഞു. അവിടെയും ഹെലൻ പറഞ്ഞൊരു പോയിന്റ്, ആ പയ്യനെ, ഈ യദു എന്ന് പറയുന്ന പയ്യനെ ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളും ന്യായീകരിക്കുന്നില്ല. അവൻ ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ അവന്റെ ഭാഗത്ത് ഒരു ശരി എന്താന്ന് ചോദിച്ചാൽ, അവൻ ചെയ്ത് തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ സോറി പറഞ്ഞു. അവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാമായിരുന്നു. അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ അവസാനിപ്പിക്കും? പക്ഷെ ആ കുട്ടി ഇന്റർവ്യൂവിൽ പോയിട്ട് പോലും പറഞ്ഞത് അങ്ങനെ സോറി പറഞ്ഞു, അതായത് ഒരു മോശം വാക്ക് പറഞ്ഞു സോറി പറഞ്ഞ് അതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ആത്മഹത്യ ചെയ്യണോ? അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ലീഗലി പോയിട്ട് കേസ് കൊടുത്തിട്ട് അവനെതിരെ ലീഗലി ഉള്ള സാധനങ്ങൾ എടുക്കണം, അല്ലേ? എക്സാക്ട്. എന്ത് ചെയ്യാൻ പറ്റും? അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ യദുവിന് പറയാനുള്ള കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം. യദു ഇന്നലെ കുറച്ച് കാര്യങ്ങൾ അവൻ ഓഡിയോ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്.
നമുക്കൊന്ന് കേൾക്കാം. ഒരു ദിവസം ഈ കുട്ടിയുടെ പോസ്റ്റിന് നേരെ കമൻറ്റ് ഇട്ടു. കാര്യം ഈ കുട്ടി തേക്കുന്ന ഒരു വെള്ള ഡ്രസ്സാണ്, മേക്കപ്പ് നല്ലൊരു ഓവറായിട്ടുള്ളൊരു മേക്കപ്പ്, നല്ല ക്യൂട്ട്നെസ്സിൽ സ്വാഭാവികം ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർ ഫൺ എന്നുള്ള ഒരു രീതിയിൽ, അല്ല ഷെയിം ചെയ്യാൻ അങ്ങനെയൊന്നും കരുതിയല്ല. ഞാൻ നമ്മുടെ തൊപ്പിക്കാങ്ങില്ല റാംബോയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് റാംബോ ഇതേപോലത്തെ സെയിം വൈറ്റ് ഡ്രസ്സ്, അതിനകത്ത് മേക്കപ്പ് എല്ലാം കറക്റ്റ്. ഞാൻ ബ്രോയ്ക്ക് വേറെ ഒരു ആ കമൻറ്റ്, ഞാൻ ഇട്ട കമൻറ്റിൽ തന്നെ ഉള്ള ചെറുക്കൻ ഇന്നാണ് എന്നോട് പറഞ്ഞത്, നീ ഇതിനു വേണ്ടി അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്, നീ ഒരു ഇതില്ലേ. അതിനകത്ത് വന്ന മിക്ക കമൻറ്റ്, ഞാൻ ഇട്ട കമൻറ്റിൻ്റെ താഴെയുള്ള റിപ്ലൈ എല്ലാം ഫണ്ണായിട്ടല്ല, അപ്പോഴൊന്നും വന്നില്ല ബോഡി ഷേമിങ് അങ്ങനെ. അത് ഈ കുട്ടി മാത്രം ഓരോന്ന് ചിന്തിച്ചെടുത്ത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിട്ടു, ആ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ ചിരിക്കുന്ന കമൻറ്റ് വന്നു. അതിൻ്റെ താഴെ ഈ കുട്ടി എന്നോട് പറഞ്ഞു, മലരെ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകുന്നു. അപ്പം ഞാനും അതേ പദം യൂസ് ചെയ്തു, മലരെ നീ എന്ന് ഞാൻ പറയാമെന്നല്ല പറഞ്ഞ്, നീ പറയാൻ പറഞ്ഞു. അതിൻ്റെ താഴെ ഇവള് എൻ്റെ അമ്മയെ പറഞ്ഞു, നിൻ്റെ അമ്മേനെ ഈ കണ്ണാണോ കാണുന്നതെന്ന്. ഞാൻ ഉദ്ദേശിച്ച ജസ്റ്റ് ഫോർ ആ ഫേസിൻ്റെ ഇതാണ്. ആ കുട്ടി അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടി എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴത്തേന് ആദ്യമേ തന്നെ ആ റിയാക്ഷൻ ഇവന് കഴപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് പോർഷനിൽ എനിക്ക് കഴപ്പാന്നൊക്കെ പറയുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എടോ വീഡിയോ കണ്ടു, എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അങ്ങോട്ട് ഇട്ടേക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പോർഷൻ കണ്ടപ്പോൾ എൻ്റെ അമ്മേനെയൊക്കെ സ്വാഭാവിക ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഞാൻ അപ്പോഴും ഈ കുട്ടിയുടെ അമ്മയ്ക്കൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. സെക്കൻഡ് പോർഷൻ ഈ കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ തെറി വിളിച്ചത്. ആ തെറിയിൽ നല്ലതായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബ്രോ, എവിടെയും ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ തെറി വിളിച്ചിട്ടില്ലെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഇങ്ങനെ പറഞ്ഞു. ആ വോയിസ് എങ്ങനെയാണോ ആ മൊത്തം ഞാൻ വിളിച്ചത് വോയിസ് തെറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തെറി വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കി പോയൊരു വ്യക്തിയാണ്. അത് ഡിലീറ്റ് ആക്കി പോയി കഴിഞ്ഞിട്ട് ഞാൻ അതായത് ഈ 3 ദിവസം മുമ്പ് ഈ കുട്ടി വേറൊരു സെക്കൻഡ് പാർട്ടായിട്ട് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചൊരു ഫോട്ടോ ഇട്ടു, ഒരു വീഡിയോ ഇട്ടു. അതും ഈ ഫേക്ക് ഐ ഡി വരുന്ന കമൻ്റല്ല ഞാൻ ഇട്ടേന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ട് റിക്കവർ ചെയ്തു. അപ്പോഴും ഞാൻ വേറെ അക്കൗണ്ടൊന്നും ഉപയോഗിക്കാനോ എടുക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഏത് അക്കൗണ്ടിൽ നിന്നാണോ കമൻറ്റ്, ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് അയക്കും. ഇപ്പോഴും ഞാൻ ബ്ലോക്ക് അയക്കുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, കോൾ ചെയ്തു, ഈ കുട്ടി എടുക്കുന്നില്ല, എന്നിട്ട് ബ്ലോക്കാക്കി. പിന്നെ എനിക്ക് ആ പോസ്റ്റ് കാണാനും ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. രാത്രി എനിക്ക് ആ കമൻറ്റിൻ്റെ താഴെ ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഈ കുട്ടി ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത്, എനിക്ക് ബ്ലോക്കാണ്, എനിക്ക് വീഡിയോ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് ഈ കുട്ടി എൻ്റെ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ രാവിലെ ഞാൻ ആ എല്ലാ കമൻറ്റും, ആ വീഡിയോയുടെ താഴത്തെ എല്ലാ കമൻറ്റും, ഹെൽനസ് പാർട്ടിക്കാണെങ്കിലും ആസിഫിനാണെങ്കിലും എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചു. ഒരു സൈഡല്ല 2 സൈഡും കേൾക്കണം, PM വാ എന്ന് പറഞ്ഞാൽ എല്ലാം മെസ്സേജ് അയച്ചു. ഹെൽനസ് പാർട്ടിക്ക് അല്ലാതെ PM ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി 2 സൈഡും കേൾക്കണമെന്ന്. ഹെൽനസ് പാർട്ടി പറയുന്നത് ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്, ഞാൻ തെറി വിളിച്ചു. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ എങ്ങും പറയുന്നില്ലെന്ന്, ഒന്നും ഞാൻ പറയുന്നില്ല, എങ്ങും ആരോട് ഞാൻ പറയുന്നില്ല ഞാൻ തെറി വിളിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഉച്ചയ്ക്ക് ഞാനിപ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബോസിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, ഇക്ക ഇതേപോലെ ഒരു പ്രശ്നമുണ്ട് എന്ത് വെച്ചിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു, വാടാ നമുക്ക് വിളിച്ചാൽ എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേന് അപ്പോഴും ഞാൻ പറഞ്ഞു ആ കുട്ടിയോട്, ഞാനല്ല ഇത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഫേക്ക് ഐ ഡിന്ന് എനിക്ക് അതിന് മലയാളം അറിയത്തില്ല, എഴുതാനും വായിക്കാനും എനിക്ക് അറിയത്തില്ല. ഈ കുട്ടി അത് അംഗീകരിക്കുന്നില്ല. അപ്പോഴും ഈ കുട്ടി വേറെ എന്തൊക്കെ ചിന്തിക്കുക, ഞാൻ വോയിസ് വെച്ച് ടൈപ്പ് ചെയ്യുന്നതാണ്. എന്താണ് ബ്രോ ലോജിക്കില്ലാത്ത ഒരു ഇതേപോലെ ആ കുട്ടി പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഒരു മാനേജറുണ്ട്, അവനാണ് പറഞ്ഞു, നീ വീഡിയോ എടുത്ത് സോറി ഇടുന്ന വീഡിയോ എടുത്ത് നീ പോസ്റ്റ് ചെയ്ത് നമുക്ക് പറയാം. അപ്പം ഞാൻ സോറി മെസ്സേജ് അയച്ചിട്ടു. അപ്പോഴത്തേനും പറഞ്ഞു ഇതൊക്കത്തില്ല, വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്ന്. ഞാനതിട്ടു, വീഡിയോ ഇട്ട് അയച്ചപ്പോഴത്തേന് വേറെ വീഡിയോ കൊച്ചിറക്കിയിരിക്കുന്നത് ഏതാണെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഞാൻ അവൾ റിയാക്ഷൻ ചെയ്തതിൽ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചതിന് തെറി പറഞ്ഞത് ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഈ കുട്ടി ആ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ കാണുന്നത്, ആ കമൻറ്റ് ഇട്ടത് ഞാനാണ്. അങ്ങനെയാണ് എനിക്ക് ഇത്ര വേറെ നെഗറ്റീവ് ഈ കുട്ടി ഒപ്പിച്ചു തന്നത്. അതിൻ്റെ പറഞ്ഞാൽ ഇതെല്ലാവരും 2 സൈഡ് കേൾക്കാതെ ഇത്ര കമൻറ്റ് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് എല്ലാം ചെയ്ത് ഈ 3. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇവനെ ആ കുട്ടി ബ്ലോക്ക് ചെയ്തിട്ട് ഇവന് സ്റ്റോറിയും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന്. അപ്പൊ ബ്ലോക്ക് പറ്റി, അതെങ്ങനെ? അവൻ പറയുന്നുണ്ട് വേറെ അക്കൗണ്ട് ഒന്നും ഞാൻ എടുത്തിട്ടും ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അവൻ ആ കുട്ടിയുടെ സ്റ്റോറീസ് കാണാൻ പറ്റാതെ അവൻ പറഞ്ഞതായിരിക്കാം. അതെങ്ങനെ പറയും? ബ്ലോക്ക് ആക്കിയ ഒരാളോട് എങ്ങനെ പറയും? കോണ്ടാക്ട് ഉണ്ടാവും, നമ്പരോ? ആയിരിക്കാം. ഇത്രയും സീനായിട്ട് ഫോൺ നമ്പർ എനിക്കറിയില്ല. ഫോൺ വിളിച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, നമുക്കറിയില്ല, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഇവൻ പറയുന്ന ഒരു വേർഷൻ ഇങ്ങനെയാണ്, ഈ മലരും പൂവും കായും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യം മലരെ വിളിച്ച പെൺകുട്ടിയാണ്, അപ്പോൾ തിരിച്ച് അവൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് വിളിക്കുന്നു. ഇപ്പം അമ്മയ്ക്ക് വിളിക്കുമ്പോൾ ഏതൊരു ആണും തിരിച്ച് പ്രൊവോക്ഡ് ആവും, റിയാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് തുടങ്ങി വെച്ചതാരായിരുന്നു. അവനൊരു കമൻറ്റ് ചെയ്തു. ഇത് എല്ലാവർക്കും പാഠമാണ്.
ഇപ്പോ ഹെലന്റെ വീട്ടിൽ ഹെലൻ പറയുന്നുണ്ടായിരുന്നു, ഈ വരുന്ന കമന്റിന്റെ ഒക്കെ പുറകെ വള്ളു പിടിക്കുമ്പോൾ അതിനെ നേരം കാണത്തുള്ളൊരു കമന്റ് ക്രിയേറ്റർ എന്ന നിലയില് ഇന്നിപ്പോ എനിക്ക് ഒരുത്തൻ ചാർജാ പറഞ്ഞ കമന്റ് അയച്ച് ഞാൻ അവനോട് മര്യാദയ്ക്ക് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം, അപ്പൊ അവനെ കുറെ ചീത്ത വിളിച്ചു, ഞാൻ പൂരത്തെറി വിളിച്ചിട്ടുണ്ട്, ഇത് എന്തെങ്കിലും ഒരു സമയത്ത് പുറത്ത് വരും, പരത്തെറിയാൻ വിളിച്ചിട്ടുണ്ട്. വള്ളു പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ. ഇതിനകത്ത് എന്താ പ്രശ്നം അറിയാം, ഈ കുട്ടിയുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ഇത്ര കമന്റ് ആണ് വരുന്നത്, ഈ ബോഡി ഷേമിംഗ് ലെവൽ. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ഏതൊരാൾക്കും അവരുടെ ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കാണെങ്കിൽ പോലും നമ്മുടെ ബോഡി പാർട്ടിനെ വെച്ചിട്ട് ഒരു കമന്റ്, മോശം കമന്റ് വരുന്നാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഞാൻ മറ്റേ സ്ലീവ്ലെസ് ഇട്ട ഒരു വീഡിയോ എൻ്റെ അമ്മൂമ്മയുടെ ജമ്പർ നിർത്തണം. ഈ കമന്റ് ഇടുന്നവന്മാരൊക്കെ അങ്ങ് ഷാരൂഖ് ഖാനും അപ്പൊ ഞാൻ അവിടെ ചിന്തിച്ചൊരു പോയിന്റ്, അതൊരു സ്ലീവ്ലെസ് ടീഷർട്ടാണ്, അത് കണ്ടിട്ട് ജമ്പറാണെന്ന് കണ്ട അവന്റെ കണ്ണിൽ കുരുവാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ അവിടെ നിന്ന് റിയാക്ട് ചെയ്യാൻ പോയില്ല, അത് പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അവളോട് മോശമായിട്ട് രീതിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ അവനത് ഫണ്ണാണെന്ന് പറഞ്ഞു, പക്ഷെ അത് ഫണ്ണായിട്ട് കാണാൻ പറ്റില്ല. അവിടെയാണ് തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അറിയോ, ഇവൻ ചിലപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒരാൾക്ക് കമന്റ് ചെയ്യുന്നത്, അവന്റെ കഷ്ടകാലത്തിന് അത് കയറിയങ്ങ് കത്തി അത് ഇത്രയും സീനായി. ശരിക്കും എന്നോട് വേറൊരാൾ സംസാരിച്ചു, അവനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ടിട്ടാണ് അവൻ വീഡിയോ ഇട്ടതെന്ന് പറയുന്നത്, സോറി വീഡിയോ ഇട്ടെന്ന് പറയുന്നു. സോറി വീഡിയോ ഇട്ടിട്ടും അത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഈ ഇന്റർവ്യൂ കൊടുക്കുക, അവിടെ പോയിട്ട് അധിക്ഷേപിക്കുക, അതത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ കാര്യമാണ്, പക്ഷെ അത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന പോയിന്റ് ഉണ്ടായിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് വേണ്ട, എനിക്കിത് മുമ്പോട്ട് ലാഗ് ചെയ്ത് പോയ ലീഗലി പോകണം. ലീഗലിയും പോകുന്നില്ല, ഈ സാധനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴത്തേനും അത് എന്തിനാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് വരും. എന്തിനു വേണ്ടി ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് നേരെ ഒരു ഇഷ്യൂ വന്നു, അതിനെ സോൾവ് ചെയ്യാനാണെങ്കിൽ അത് ജെന്യൂൻ ആയിട്ട് സോൾവ് ചെയ്യാം. എല്ലാവരുടെയും അറ്റൻഷൻ സീക്ക് ചെയ്തിട്ട് അത് വലിയൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റി ഒരാളെ തേജോവധം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങോട്ട്. ഇത് കണ്ടിട്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരി ചെയ്യാതെ ആയപ്പോഴത്തേനും ആള് ഡാർക്ക് അടിച്ചു. ഓക്കെ. അപ്പൊ ആളുടെ മെയിൻ ഉദ്ദേശം ഒരാള് എന്റെ വിഷയം മറ്റൊരാൾ റിയാക്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാധനം കൂടുതൽ ആളിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ നീതി കിട്ടാൻ ഒരിക്കലും റിയാക്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കത്തില്ലല്ലേ. നീതി കിട്ടണമെങ്കിൽ ലീഗലി പോകണം. ഇവർ പറയുന്നു ലീഗലി പോയി കഴിഞ്ഞാൽ നീതി കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ പോലും എനിക്ക് അത്ര തോന്നുന്നില്ല സുഖമായിട്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് പറയാൻ കാര്യം അതാണ്. കാരണം നമ്മൾ ഒരാൾ റിയാക്ട് ചെയ്യാനാണെങ്കിൽ ഏതൊരാൾ സംസാരിക്കുമ്പോഴും മറുപടി കൊടുക്കും, ഇല്ലേ? ജെന്യൂൻ റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. പക്ഷെ ഇത് റീച്ച് ഉള്ളവർ തന്നെ റിയാക്ട് ചെയ്യണം, അങ്ങനെ ഒരു ഇന്റൻഷൻ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വിഷയം അഡ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ ഞങ്ങളും വലിയ പുള്ളിയോ. ഇപ്പോഴും പറയുന്നു അവൻ ചെയ്തത് തെറ്റാണ്. അല്ല, അവൻ ചെയ്തതിന് ഒരു സ്ഥലത്തും ന്യായീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയെ തന്നെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരാൾ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? അത്രേ ഉള്ളൂ. തിരിച്ചു വിളിക്കും. അപ്പൊ തിരിച്ചു വിളിക്കുന്നത് മാത്രം പ്രശ്നം. ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങൾ ആ റിലീസ് ചെയ്ത സമയത്ത് അങ്ങോട്ട് വിട്ടതും ഇങ്ങോട്ട് വിട്ടതും കംപ്ലീറ്റ്. അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചൊന്നും കേൾപ്പിക്കാതെ അവൻ വിളിച്ച മൊത്തം വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുമ്പോഴത്തേനും അവന്റെ സൈഡ് കേൾക്കാനായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങി തിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ശരിയാണെന്ന് പറയാനോ വേണ്ട. എന്റെ ചാനലിലാണെങ്കിൽ വേണ്ട, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.